പ്രിയരെ, സാൽവേഷൻ ആർമിയുടെ സ്ഥാപക നേതാവ് ജനറൽ വില്യം ബൂത്ത്, അദ്ദേഹം എഴുതിയ ഭയങ്കര ഗാംഭീര്യമുള്ള ഒരു പാട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോട് നിന്നെ മടങ്ങുകില്ലിന്നിവിടും നിനി ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്നാൽ. അറിയാമെങ്കിൽ ഒന്ന് ചേർന്ന് പാടിക്ക്. കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകില്ലിന്നിവിടും നീ ഞാൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്ന. കൃപാക്കടലേ നിന്റെ തീരത്ത് ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുക. മടങ്ങുകയല്ല ഇവിടെ ഒന്ന്. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ ഒഴുക്കാതിരുന്നാൽ. ഹല്ലേലൂയ. കൃപയുടെ ചാറ്റൽ മഴയല്ല എനിക്ക് വേണ്ടുന്നത്. ആവർത്തന പുസ്തകത്തിൽ മഴ പോലെ എൻ്റെ ഉപദേശം പൊഴിയുമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വൃക്ഷത്തിൻ്റെ മേൽ മാരി പോലെ, ഇളം പുല്ലിൻ്റെ മേൽ പൊടിമഴ പോലെ. ഇന്ന് രാത്രി ഒരു മഴ പോലെ, ഒരു മാരി പോലെ, പൊടിമഴ പോലെയല്ല കൃപ എൻ്റെ മേൽ വെളിപ്പെടേണ്ടുന്നത്. ആമേൻ. ജനറൽ വില്യം ബൂത്ത് പറയുന്നു, കൃപയുടെ പ്രവാഹമായി എനിക്ക് വേണ്ടുന്നത്. ഇവിടെ നിന്ന് ഞാൻ മടങ്ങണമെങ്കിൽ ഒത്തിരി നാളായി ഞാൻ കാത്തിരിക്കുക, ഒത്തിരി നാളായി ഞാൻ ചോദിക്കുക. ഇവിടെ നിന്ന് ഇന്ന് ഞാൻ മടങ്ങണമെങ്കിൽ കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കർത്താവിനോട് പറ, കൃപയുടെ ഒരു പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. എൻ്റെ പ്രിയപ്പെട്ടവർ, വില്യം ബൂത്തിനെ പോലെ ഉള്ളവർ ആത്മാവിൽ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച കാര്യം അത്. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വീണില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മടങ്ങുകയില്ല. ഒരുപക്ഷെ മോശ പറഞ്ഞതിന് തത്തുല്യമായ ഒരു വാക്ക്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് അയക്കരുത്. എനിക്കിവിടെ നിന്നൊരു മടക്കമുണ്ടാകണമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ സാന്നിധ്യം എൻ്റെ മേൽ വരണം. അതുപോലെ പറയുന്നത്, ഞാൻ ഇവിടെ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഒരുപാട് നാളുകളെ ഞാൻ കാത്തിരിക്കുക, ഒരു ചേഞ്ചിന് വേണ്ടി ഞാൻ ആകാംക്ഷയോടിരിക്കുക. എനിക്കിവിടെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റണമെങ്കിൽ കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. എനിക്കറിയാം ഇന്ന് രാത്രി ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് വന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചോദിക്കാമെങ്കിൽ ചോദിച്ചോ. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. കൃപയുടെ പ്രവാഹം എൻ്റെ മേൽ വെളിപ്പെടണം. നിന്നെ വ്യത്യസ്തമാക്കുന്ന സാഹചര്യമാണ്. ഓ ജീസസ്. 1 കൊരിന്ത്യർ ലേഖനം 15:10 പൗലോസ് പറയുന്നുണ്ട്, ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതില്ല. ഞാൻ പൗലോസിനെ കുറിച്ച് ചരിത്രത്തിൽ വായിച്ചപ്പോൾ പൗലോസ് വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു കേട്ടോ. ബ്രാക്കറ്റ് പോലെ വളഞ്ഞ കാല് നിങ്ങൾ കണ്ടിട്ടില്ല? ബ്രാക്കറ്റ് പോലെ വളഞ്ഞ കാല്, മുട്ട് രണ്ട് പുറത്തേക്ക് തള്ളി ബ്രാക്കറ്റ് പോലെ വളഞ്ഞിരിക്കുന്ന കാലുകൾ, കൂടിച്ചേർന്ന പുരികൻ, ശരീരം മുഴുവൻ വടുക്കൾ. ആമേൻ. പഴുപ്പൊഴുകുന്നത് പോലെ ഒരു വ്രണമുണ്ടായിരുന്നു എന്ന് സ്തോത്രം ചില കമന്ററികൾ പറയുന്നുണ്ട്. ശരീരം വളരെ ക്ഷീണിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചില ലേഖനങ്ങളിൽ പരാമർശമുണ്ട്. ഈ മനുഷ്യൻ ഏറ്റവും ഒടുവിൽ പറയുക, അവരെല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള കൃപ. ആരാ അവരെല്ലാവരും? പത്രോസിനേക്കാൾ, യോഹന്നാനേക്കാൾ, യാക്കോബിനേക്കാൾ, അന്ത്രയോസിനേക്കാൾ, ശമരി ഇളക്കി മറിച്ച ഫിലിപ്പോസിനേക്കാൾ, വാക്സാമർത്ഥ്യമുള്ള വചനത്തിൽ വൈഭവമുള്ള അപ്പൊല്ലോസിനേക്കാൾ, ബർന്നബാസിനേക്കാൾ, അഖില്ലാവിനേക്കാൾ, പുതിയ നിയമ ചരിത്രത്തിൽ ലിസ്റ്റ് ചെയ്ത സകലരെയും നിരത്തി വെച്ചു. പൗലോസ് പറയുന്നു, അവരെല്ലാവരെക്കാളും
ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് പറയാ, പക്ഷെ ഞാനല്ല, കൃപ. ഇന്ന് രാത്രി മിടുക്കന്മാരെക്കാൾ നിന്നെ മുൻപിൽ നിർത്തുന്ന എന്തെങ്കിലും ഒന്ന് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാ കൃപ. പലർക്കും നേടാൻ പറ്റാത്തത് നിനക്ക് കാണണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അതാ കൃപ. പലർക്കും വെട്ടിപ്പിടിക്കാൻ കഴിയാത്തത് നിന്റെ മുൻപിൽ ഓപ്പൺ ആകാൻ ഒറ്റ കാര്യമുള്ളൂ, കൃപ. ഇന്ന് രാത്രി ആ കൃപ വെളിപ്പെടണമെങ്കിൽ ബർത്തിയുമായി നിലവിളിച്ചതുപോലെ നിലവിളിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്കിത് പ്രസംഗിക്കാനേ കഴിയത്തുള്ളൂ, പക്ഷെ കൃപ പകരുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ഹൃദയം ചലിക്കുന്നത് പോലെ ഇന്ന് രാത്രി ആദരം തുറക്കപ്പെടണം. ദൈവത്തിൻ്റെ ഹൃദയം ചലിക്കുന്നത് പോലെ ഇന്ന് രാത്രി ശബ്ദം പുറത്തേക്ക് വരണം. വ്യർത്ഥമായി ഉറക്കെ വിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതുപോലെ ഇന്ന് രാത്രി നിലവിളിക്കാമെങ്കിൽ നിലവിളിച്ചോ, എന്നോട് കരുണ തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മേൽ കൃപ പകരണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? എന്നോട് കൃപ തോന്നണമേ, എന്നോട് കൃപ തോന്നണമേ. എത്ര പേർ പ്രാർത്ഥിക്കും? കൃപാക്കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകില്ലിൻ നീ വീടും നീനീഞ്ഞ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്ന കൃപാക്കടലേ, നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകില്ലിൻ നീ വീടും നീ ഞാൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്മേൽ ഒഴുക്കാതിരുന്ന